നമസ്കാരം പ്രിയപ്പെട്ടവരെ. റേഷൻ കാർഡുള്ളവർ, പ്രത്യേകിച്ച് പിങ്ക് മഞ്ഞ കാർഡുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. മാർച്ച് 18 മുമ്പ് നിങ്ങൾ മസ്റ്ററിംഗ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും എല്ലാ റേഷൻ കടകളിലും ഈ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും റേഷൻ കാർഡും ആധാറുമായിട്ട് എത്തിക്കഴിഞ്ഞാൽ KYC നടത്താൻ പറ്റും. ഈ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും പോണട്ടോ, എന്നാലേ അത് KYC സമ്പൂർണ്ണമാവുള്ളൂ, ഫുൾ ആൾക്കാരെയും അതിൽ കിട്ടുള്ളൂ. മാർച്ച് 18 ലാസ്റ്റ് ഡേറ്റ്. ഇപ്പോൾ തന്നെ ചെയ്യാട്ടോ. അവസാന നിമിഷം വല്ലാത്ത തിക്കും തിരക്കുമായിരിക്കും. മാത്രമല്ല ഇന്റർനെറ്റ് കിട്ടണമെന്നില്ല, അങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഉടൻ പറ്റിയാൽ ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ പോയിട്ട് മസ്റ്ററിംഗ് നടത്തുക. അതുമാത്രമല്ല, വാർഡ് തലത്തിൽ മാർച്ച് 15, 16, 17 തീയതികളിൽ ഒരു ക്യാമ്പൊക്കെ നടത്തിയിട്ട് ആ സമയത്ത് ചെയ്യാത്തവരെയൊക്കെ ഉൾപ്പെടുത്താനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട്. പക്ഷേ നെറ്റിന്റെ ഒരു പ്രശ്നം വരാം, അറിയാലോ, പലപ്പോഴും ഹാങ് ആവാറുണ്ട്. POS പണിമുടക്കാറുണ്ട്. അതുകൊണ്ട് വൈകണ്ട, നേരത്തെ ചെയ്യുക. ചിലപ്പോൾ എല്ലാവരെയും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ളത് കുറയാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിൽ പങ്കെടുക്കാൻ കഴിയാത്ത കിടപ്പ് രോഗികള്, മാനസികമായിട്ട് ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള റേഷൻ ഉപഭോക്താക്കളുടെ വീട്ടിൽ നേരിട്ടെത്തിയിട്ട് അവർ KYC നടത്തും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും കഴിയുന്നതും എല്ലാവരും ചെയ്യാൻ നോക്കുക. ഇനി ഒരു കാർഡിലെ 5 അംഗങ്ങളിൽ 3 പേരാണ് ചെയ്തതെന്നുള്ളത് കരുതുക. 2 പേർക്ക് പല കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയായാൽ ബാക്കിയുള്ള 2 പേരുടെ റേഷൻ ഇല്ലാവുന്നതാണ് എന്നും കേട്ടു. എല്ലാ റേഷൻ കടകളിലും മസ്റ്ററിംഗ് നടത്താൻ പറ്റും. മസ്റ്ററിംഗ് നടത്താത്ത പക്ഷം ഏപ്രിൽ മുതൽ റേഷൻ കിട്ടില്ല കേട്ടോ. കേരളത്തിനുള്ളിലുള്ള ഏത് റേഷൻ കടയിലും പോയിട്ട് മസ്റ്ററിംഗ് നടത്താൻ പറ്റും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ അറിവിലുള്ള മറ്റുള്ളവർക്ക് ഈ വിവരം ഒന്ന് പറഞ്ഞു കൊടുക്കുക. എല്ലാവർക്കും ഇത് അറിയണമെന്നില്ല. എന്നിട്ട് എല്ലാവരും ഉടൻ തന്നെ, പറ്റിയാൽ ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിടട്ടെ. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.